ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതും എന്നാൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ പിഗ്മെൻറ്റേഷൻ, ടാൻ, അൺഈവൻ ഡാർക്ക് സ്പോട്ട് ഇതിനെല്ലാം പരിഹാരമായിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത്ര നാളും പറഞ്ഞതിലും ഇത്രയും പാക്ക് പറഞ്ഞതിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം എല്ലാറ്റിനും നമുക്ക് റിസൾട്ടാണ്. അത് നമുക്ക് ഡെയിലി ബേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കാണ്. കാരണം എല്ലാ പാക്കും നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും എടുക്കാൻ പറ്റും. ഭയങ്കര റിസൾട്ടാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെൽക്കം ബാക്ക് ടു ലിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം റിസൾട്ടാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യാനും അത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ ദിവസവും ഞാൻ പറയുന്നത് ഓരോ രീതിയിലുള്ള പാക്കുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ വീണ്ടും പറയണം, കമൻറ്റ് ചെയ്ത് പറയും, മാം ആ പാക്ക് ഉപയോഗിക്കണം ബെറ്ററാണ്, ഈ പാക്ക് ഉപയോഗിക്കണം ബെറ്ററാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് പറഞ്ഞു തരുന്നത് ശരിക്കും എല്ലാ ഓൾ സ്കിന്നിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്കും കൂടിയാണ്. ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഏത് പാക്ക് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമെങ്കിലും അത് ഭയങ്കര ലാസ്റ്റ് ചെയ്യത്തില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. അത് ലാസ്റ്റ് ചെയ്യണം നമ്മൾ സ്കിന്നിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പർ സ്കിൻ കെയറും കൂടെ നമ്മൾ ഫോളോ ചെയ്യണം. സ്കിൻ കെയർ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ പാക്കും കൂടി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് 100% നമുക്ക് റിസൾട്ട് വരുന്നത്. നമ്മളൊരു കറക്റ്റായിട്ടുള്ള ഒരു ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സൺസ്ക്രീൻ, മോർണിംഗ് റൊട്ടീൻ, നൈറ്റ് റൊട്ടീൻ, എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഹോം കെയർ ആയിട്ട് ഇതുപോലെ പാക്കുകൾ കൊണ്ടുവരുവാണെങ്കിൽ സൂപ്പറായിരിക്കും. സ്കിൻ ഒന്നും പറയാനില്ല, അത്രയും ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഹോം കെയർ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മാത്രം നമുക്ക് 100% നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിന്നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് സ്കിൻ ഹൈഡ്രേഷനാണ്. എല്ലാ കാലത്തും നമുക്ക് ആവശ്യമാണ് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. നമ്മളെപ്പോഴും പറയുമ്പോൾ നല്ല ഗ്ലോ കിട്ടണം സ്കിന്നിന്, അതിനെന്താണ് ചെയ്യേണ്ടത്? ഗ്ലോ കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഇന്നർ മോയ്സ്ചർ നമ്മൾ മോയ്സ്ചർ ചെയ്ത് വെക്കുകയുള്ളൂ. ഇന്നർ മോയ്സ്ചറിനായിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളുടെ സ്കിന്നിന് അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ ടൈപ്പിനും നമ്മുടെ ഏജിനും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നത്തിനും മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. എന്ത് സംഭവിച്ചാലും CTM മുടക്കാതിരിക്കുക. ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ എന്നുള്ളത് നിർബന്ധമാണ്. അത് ചെയ്തേ പറ്റൂ. നമ്മൾ ഫുഡ് കഴിക്കുന്നത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ അതുപോലെ ആവശ്യമാണ് നമ്മുടെ സ്കിന്നിന് ആവശ്യമാണ് നമ്മളുടെ സ്കിൻ കെയർ. CTM ഇത് ചെയ്തേ പറ്റൂ നിർബന്ധമായിട്ട്. നമ്മൾ ചിലത് പറയില്ലേ, പറ്റുമെങ്കിൽ ചെയ്യാന്നുള്ളതല്ല. CTM എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആവശ്യമാണ്, അത് ചെയ്യണം. ഒരു ചെടി വെച്ചാൽ നമുക്കതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക അല്ലേ. നമ്മളത് വെച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് അതിനകത്ത് വെള്ളത്തിന് പകരം വേറെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രം വരുമോ? ഇല്ല. നമുക്ക് ബേസിക്കായിട്ട് കാര്യം എന്താ, അതിന് നനവ് വേണം, ഈർപ്പം വേണം, വെള്ളം വേണം അല്ലേ. അതുപോലെയാണ് നമുക്ക് സ്കിൻ എന്ന് പറയുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം സ്കിൻ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഫുഡ്, അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് അത് പ്രോപ്പറാക്കുക. നമ്മൾ ഓരോ ഏജിന് കഴിയുമ്പോഴും, ഇപ്പോൾ 40 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ഫുഡിൻ്റെ ഇത് കൊണ്ടുവരണം. നമ്മളെപ്പോഴും ഒരേപോലെ എടുക്കരുത്. നമ്മളൊരു 40+ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ പ്രോട്ടീൻ നിർബന്ധമായിട്ടും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. കൊളാജൻ എടുക്കുക. ഇതെല്ലാം നമുക്ക് നിർബന്ധം നമ്മൾ പോകേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ കാർബ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ചോറ് കഴിക്കാതെ പറ്റത്തില്ല. മലയാളീസ് എല്ലാവർക്കും ചോറ് വേണം, രാത്രി ചോറ് വേണം, ഇങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷെ അതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന്, ഹെയറിനൊക്കെ ബാധിക്കും. നമ്മളെപ്പോഴും പ്രോട്ടീൻ എടുക്കൂ. നമുക്ക് സ്കിൻ നന്നായിരിക്കണം. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, പെട്ടെന്ന് റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ഒരു ക്ലിയർ ആയിരിക്കണം. നമുക്ക് പ്രോട്ടീൻ വേണം. അതുപോലെ നമ്മുടെ ഹെയറും നല്ലപോലെ മുടി വളരാനും എല്ലാറ്റിലും നമ്മൾ പ്രോട്ടീൻ വേണം. ഹെയർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ എന്നാണ്, പ്രോട്ടീനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ പ്രോട്ടീൻ ഇല്ലാതെ ഒന്നും തന്നെ ഇല്ല. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ CTM കറക്റ്റായിട്ട് എടുക്കുക. സ്കിൻ കെയർ
മസ്റ്റായിട്ട് സ്കിൻ കെയർ വേണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഹോം കെയറും കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാം. നിങ്ങളുടെ സ്കിൻ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് സ്കിന്നിൻ്റെ പ്രശ്നം, സ്കിന്നിന് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും. കറക്റ്റായിട്ട് 3 മാസം ഗൈഡ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യും. അപ്പോൾ അത് വേണം, സ്കിൻ കെയർ ഗൈഡൻസ് വേണമെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, മെസ്സേജ് ചെയ്യുക കേട്ടോ. 3 മാസത്തെ ഗൈഡൻസിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 3 കൺസൾട്ടിങ്ങാണ്. നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്യും, എന്നിട്ട് പ്രൊഡക്റ്റ് പറഞ്ഞുതരും. അതിനുശേഷം സ്കിന്നിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ 21 ദിവസം കൊണ്ട് തന്നെ ആദ്യത്തെ 21 ഡേയ്സിൽ സ്കിൻ ടെക്സ്ചർ മാറുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. തേർഡ് കൺസൾട്ടിങ്ങിൽ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഒരു ക്ലിയർ സ്കിൻ വേണം, അതിന് എന്ത് ചെയ്യണം എന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മളിവിടെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും തന്നുകൊണ്ട് പെട്ടെന്ന് വെളുപ്പിക്കുക എന്നുള്ളൊരു സംഭവമേ ഞാനിവിടെ ചെയ്യത്തില്ല. കറക്റ്റായിട്ട് ഒരു ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു റിസൾട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് എല്ലാ കാലത്തും നമുക്ക് നിൽക്കണം, മനസ്സിലായി. ആ രീതിയിലുള്ള ഒരു സ്കിൻ കെയർ ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ, അറിയാത്തവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. 5000 റുപ്പീസ് 3 മാസത്തേക്ക് എൻ്റെ ഫീ ഉണ്ട്. അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മാജിക്കൽ പാക്ക് പറഞ്ഞുതരാം. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. എല്ലാറ്റിനും നമുക്ക് പിഗ്മെൻറ്റേഷനും എല്ലാറ്റിനും റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ എടുക്കുക, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു ടൊമാറ്റോ എടുക്കുക, അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അതിലേക്ക് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമ്മളുടെ എന്താ പറയുക, പയർ പൊടിയില്ലേ, ചെറുപയർ പൊടി, അത് മാത്രം എടുക്കുക. അതൊരു 3 സ്പൂൺ, 2 to 3 സ്പൂൺ നമ്മളൊരു ഫേസ് പാക്കിന് ആവശ്യമുള്ളത് എടുക്കുക. 3 സ്പൂൺ എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ കുറച്ച് കസ്തൂരി മഞ്ഞൾ, ഇച്ചിരി കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരിക. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ റിസൾട്ട്. നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്കത് അറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അത്ര അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ദെൻ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 15 to 20 മിനിറ്റ് വരെ വയ്ക്കുക. നന്നായിട്ട് മസാജ് കൊടുക്കുക. ഫസ്റ്റ് നമ്മളിത് മസാജ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് ഒരു മസാജ് കൊടുത്ത് നമുക്കത് റിമൂവ് ചെയ്യാം. എന്താ പറയുക, നിങ്ങളത് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഭയങ്കര റിസൾട്ട്. എനിക്ക് ചെയ്ത് കാണിക്കാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്ത് കാണിക്കുക. അത്രമാത്രം എനിക്കത് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ടൈം നമുക്ക് ഓക്കെ ആയിട്ട് വരാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാത്തത്. ഞാൻ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്യണം. അത്രയും റിസൾട്ടായിരിക്കും. അപ്പോൾ വലിയ ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല. ഒരു ഉരുളക്കിഴങ്ങ് എടുക്കണം, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ജ്യൂസ് എടുക്കുന്നു. തക്കാളി, അതിൻ്റെ ജ്യൂസ് എടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസ് എടുക്കുക. ചുമ്മാ മിക്സിയിലെടുത്ത് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ നമ്മുടെ പയറുപൊടി ആണ് എടുത്തിരിക്കുന്നത്. പയറുപൊടിയിൽ കുറച്ച് നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തു. 1 സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുത്തു. 1 സ്പൂൺ ഹണി പറയുമ്പോൾ എപ്പോഴും പല രീതിയിൽ മിക്സ് ചെയ്തിട്ടൊക്കെ വരും. പ്യൂറായിട്ടുള്ള നല്ല ഹണി മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. ചുമ്മാ ശർക്കര പാവ് മേടിച്ചാലും ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ ഡെയിലി ഫേസിൽ ചെയ്തോ. ക്ലിയർ. ഒന്നും എനിക്ക് പറയാനില്ല. അത്ര മാത്രം ഒരു ക്ലിയർ സ്കിന്നായിരിക്കും വരുന്നത്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് എല്ലാവർക്കും റിസൾട്ടാണ്. അതാണ് നമ്മളുടെ സന്തോഷം. അതുപോലെ തന്നെ നമ്മളുടെ ഈ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ വന്നിട്ടുള്ള എല്ലാവരും ആ ഒരു ഫസ്റ്റ് പാർട്ട് കഴിയുമ്പോൾ തന്നെ സ്കിന്നിന് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും സ്കിൻ കെയർ എന്താണെന്ന് അറിയില്ല, എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നറിയില്ല. നമ്മളെല്ലാം പരസ്യം കണ്ട് മേടിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് കറക്റ്റായിട്ട്, കാരണം ഒരുപാട് പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയും കൊണ്ട് ഡോക്ടേഴ്സിന് കണ്ടൊക്കെ കളയാറുണ്ട്. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ പൈസ കളയാറുണ്ട്. ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരും. നിങ്ങളുടെ സ്കിൻ ഇതാണ്, നിങ്ങളുടെ സ്കിന്നിന് ഇന്ന പ്രൊഡക്റ്റ് ചെയ്യുക, ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസം അറിയും. 100% ഗ്യാരണ്ടിയാണ്. അത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കും എന്നുള്ളത്. അപ്പോൾ സ്കിന്നിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സ്കിൻ കെയറിലൂടെ ഹെൽത്തി ആക്കിക്കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം വേണമെന്നുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും എനിക്കിത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. അത്രയും ഞാനത് ആ ഒരു റിസൾട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. കാരണം അത്രയും സൂപ്പർബാണ്. പിഗ്മെൻറ്റേഷൻ ഉള്ളവർ വിഷമിക്കേണ്ട. ഈ പാക്കൊക്കെ നിങ്ങൾക്ക് ഡെയിലി ബേസിലിടാം. നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്കും എല്ലാവർക്കും സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ
ഈ ഒരു പാക്ക് സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഭയങ്കര വാല്യൂ ആണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും അറിയിക്കാം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.